സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. 2025-26 സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കണമെങ്കിൽ ഈ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണം. മസ്റ്ററിംഗ് ചെയ്യുവാൻ ജൂൺ മാസം 25 മുതലായിരിക്കും അവസരമുണ്ടാകുക. 2 മാസമാണ് മസ്റ്ററിംഗ് ചെയ്യാനായിട്ടുള്ള കാലാവധി. ആഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇവ നടപ്പിലാക്കുന്നത്. മസ്റ്ററിംഗ് ചെയ്യുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തണം. കിടപ്പ് രോഗികളുണ്ടെങ്കിൽ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതുമായിരിക്കും. അർഹരായ എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ്. മസ്റ്ററിംഗ് ചെയ്യുവാൻ ആധാർ കാർഡാണ് പ്രധാനപ്പെട്ട രേഖ. അതിനാൽ ആധാർ കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ സമയം അത് തിരുത്തേണ്ടതാണ്. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. 2024 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് ചെയ്യണം. അടുത്ത അറിയിപ്പ്, മൈ ആധാർ പോർട്ടൽ വഴി ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാനുള്ള അവസാന തീയതി ജൂൺ 14 വരെയായിരിക്കും. ഈ തീയതിക്ക് ശേഷം ഓൺലൈൻ അപ്ഡേറ്റുകൾക്ക് 25 രൂപയും ആധാർ സെന്ററുകളിൽ നേരിട്ട് ചെന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 50 രൂപയും ഫീസ് ഈടാക്കുന്നതാണ്. അതിനാൽ ആധാറിൽ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യാനുള്ളവർ ജൂൺ 14 മുമ്പായി തന്നെ സൗജന്യമായി മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡുകൾ പുതുക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഇലക്ട്രോണിക് KYC ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 10 വരെയാണ്. റേഷൻ കടകളിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ KYC നിർബന്ധമായും ചെയ്യേണ്ടതുമാണ്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള എല്ലാവരും തന്നെ എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ടതുമാണ്. റേഷൻ കട വഴിയും താലൂക്ക് ഓഫീസ് വഴിയും സപ്ലൈ ഓഫീസ് വഴിയും ഈ KYC പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. നിരവധി പേർ ഇനിയും KYC പൂർത്തീകരിക്കാനുണ്ട്. അതിനാൽ മസ്റ്ററിംഗ് ചെയ്യാത്ത എല്ലാവരും തന്നെ ജൂൺ 10 മുമ്പായി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ജൂൺ 5, 6 തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല. 2025 ജൂൺ മാസത്തെ റേഷൻ വിഹിതം അനുസരിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭ്യമാകും. 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കുമാണ് ലഭിക്കുന്നത്. പിങ്ക് കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരമായി 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭ്യമാകുന്നതാണ്. നീല കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലും ലഭ്യമാകുന്നതാണ്. കൂടാതെ കാർഡിന് അധിക വീതം 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ്. വെള്ള കാർഡുള്ളവർക്ക് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ്. ഇത്തവണ ആർക്കും തന്നെ മണ്ണെണ്ണ ലഭിക്കുന്നതല്ല. അടുത്ത അറിയിപ്പ്, നീല വെള്ള കാർഡ് ഉടമകളായ അർഹരായ ഉപഭോക്താവിന് പിങ്ക് കാർഡിലേക്ക് മാറാൻ ഇപ്പോൾ അവസരമുണ്ട്. ജൂൺ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ അറിയിപ്പുകൾ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്.